ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സർവ്വമത സമ്മേളനവും നടത്തി. ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. 1970 നടന്ന ശാസ്താംകോട്ടയിലെ ലോക സർവ്വമത സമ്മേളനവും ആനുകാലിക പ്രസക്തിയും എന്ന വിഷയത്തിലായിരുന്നു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടനവും വിഷയാവതരണവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ നിർവഹിച്ചു. സർവമത സമ്മേളനം എന്ന് പറയാവുന്നത് നടന്നിട്ടുള്ളത് 1893 ചിക്കാഗോ സമ്മേളനം. അതെന്തുകൊണ്ടാണ് പ്രസക്തമായത് അല്ലെങ്കിൽ പ്രശസ്തമായത് എന്നുള്ളത് വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിലൂടെയാണ്. രണ്ടാമത് സർവമത സമ്മേളനം ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സർവമത സമ്മേളനമായി കേരളത്തിൽ നടക്കുന്നത് 1924 ആലുവ സർവമത സമ്മേളനമാണ്. മൂന്നാമത് നമ്മുടെ സർവമത സമ്മേളനമായി ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 1971 ശാസ്താംകോട്ട കുന്നിൻപുറത്ത് വെച്ച് നടന്ന സർവമത സമ്മേളനം. പി. വിജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ആദരവും അനുമോദനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ചന്ദ്രൻ കിഴക്കേക്കട, സി. ഹരികുമാർ, കെ. പി. അജിതകുമാർ, കേരള ശശികുമാർ, പ്രൊഫസർ കെ. രാഘവൻ നായർ, അഡ്വക്കേറ്റ് ടി. കലേശൻ, ഡോക്ടർ ജി. ഗോപകുമാർ, സി. അമൃതദേവൻ, എം. ജവഹർ, എം. സലീം, പി. സുരേന്ദ്രൻ നായർ, എം. ജി. ഭൂപേഷ്, എസ്. പരശുരാമി അയ്യർ, ആർ. രാജഗോപാൽ, കെ. ദിവാകരൻ പിള്ള, എസ്. സിദ്ദിഖ്, ബി. സി. പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.